ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലെ ഒന്നാം ചാപ്റ്റർ ആയിട്ടുള്ള ടുവേർഡ്സ് എ 100-fold yield. ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതെ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ വരുന്ന ലെയറിങ്ങിനെ കുറിച്ച്, അതേപോലെ തന്നെ ബഡ്ഡിങ്, പിന്നെ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ ആയിരുന്നു പറഞ്ഞത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വരുന്ന ഹൈബ്രിഡൈസേഷനെ കുറിച്ചാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഹൈബ്രിഡൈസേഷൻ്റെ മലയാളം എന്ന് പറയുന്നത് വർഗ്ഗസങ്കരണം എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഒബ്സർവ് ദ പിക്ചർ ഓഫ് ചില്ലി പ്ലാന്റ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഈ ഒരു മുളക് ചെടികളുടെ ചിത്രങ്ങളാണ്. അതായത് രണ്ട് ഇനം മുളക് ചെടികളുടെ ചിത്രങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് പ്ലാന്റ്? ഇവിടെ രണ്ടിനും രണ്ട് പ്രത്യേകതകളുണ്ട്. ആ ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ആദ്യത്തെ ഇനത്തിന് നല്ല വലുപ്പമൊക്കെ ഉണ്ട് അല്ലേ, നല്ല വലുപ്പമുള്ള മുളകാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ചീരാപ്പറങ്കി അല്ലെങ്കിൽ ചീരാമുളക് എന്നൊക്കെ പറയും. നല്ല എരിവാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ വെറൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല നീളമുള്ള മുളകാണ് അതിലുണ്ടാകുന്നത്, ലോങ് ആണ് അല്ലേ, ലോങ് ചില്ലീസാണ്. അതേപോലെ തന്നെ എന്താണ് രണ്ടാമത്തെ വെറൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അത് കണ്ടാൽ നിങ്ങൾക്കറിയാം ചീരാമുളക് അല്ലെങ്കിൽ ചീരാപ്പറങ്കി എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ, നല്ല എരിവുള്ളതാണ്. അതേപോലെ നിറയെ ഉണ്ടാകും, ഒരു ചെടിയിൽ തന്നെ നിറയെ ഇങ്ങനത്തെ മുളകുകൾ ഉണ്ടാകും അല്ലേ. അതാണ് ഈ രണ്ടിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ മണ്ണിൽ നന്നായിട്ട് വളരുന്നത് ഏതാണ്, വെറൈറ്റി 2 ആണ്. പിന്നെ നമ്മളുടെ ചീരാപ്പറങ്കിയൊക്കെ നന്നായിട്ട് വളരും നമ്മളുടെ മണ്ണിൽ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. പിന്നെന്താണ് ചോദിച്ചത്, ഇഫ് വി ക്യാൻ പ്രൊഡ്യൂസ് എ ചില്ലി പ്ലാന്റ് വിച്ച് ഹാസ് എ ക്വാളിറ്റി ഓഫ് ബോത്ത് ദ വെറൈറ്റീസ്, വാട്ട് ക്വാളിറ്റി വിൽ ഇറ്റ് ഹാവ്? അതായത് നമുക്ക് ഈ രണ്ട് ചെടികളുടെയും ക്വാളിറ്റീസ് മാത്രം അടങ്ങിയിട്ടുള്ള ഒരു ചെടി, പുതിയ ചെടി ഉൽപ്പാദിപ്പിക്കണം, പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ ഉണ്ടാവുന്ന ചെടീൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദ്യം. അതായത് ഈ രണ്ട് ചെടികളുടെയും ക്വാളിറ്റീസ് മാത്രം നിങ്ങൾക്ക് അവിടെ എടുത്ത് എഴുതിയാൽ മതി. അതായത് ലോങ് ആയിരിക്കും, അതേപോലെ തന്നെ നമ്മളുടെ മണ്ണിൽ നന്നായിട്ട് വളരുന്നതായിരിക്കും. പിന്നെ എന്തൊക്കെ പറയാം, അതെ, ഒരു ചെടിയിൽ തന്നെ ധാരാളം മുളകുകൾ ഉണ്ടാകും. പിന്നെയോ നല്ല സ്പൈസി ആയിരിക്കും, നല്ല എരിവ് ഉള്ളതുമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് പറയാം ലോങ് ചില്ലി ആയിരിക്കും, പിന്നെ അതേപോലെ ഹൈ ഈൽഡ് ആയിരിക്കും, നല്ല ഈൽഡ് തരും, നല്ല കായ്ഫലം തരും, അതേപോലെ നല്ല സ്പൈസി ആയിരിക്കും. നാലാമത്തെ എന്താ, ഗ്രോ വെൽ ഇൻ അവർ സോയിൽ, നന്നായിട്ട് നമ്മളുടെ മണ്ണിൽ വളരും. അപ്പോൾ ഇത്രയും 4 പോയിൻ്റ് എഴുതുക. ഹൗ ക്യാൻ വി പ്രൊഡ്യൂസ് സച്ച് സാപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, തൈച്ചെടി. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ക്വാളിറ്റീസൊക്കെ, മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്വാളിറ്റീസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പുതിയ മുളക് ചെടീൻ്റെ തൈ എങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും? ആർ ദ മെത്തേഡ് ദാറ്റ് വി ഹാവ് ലേൺ സോ ഫാർ സ്യൂട്ടബിൾ ഫോർ ദീസ്? അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ പഠിച്ച കുറേ മെത്തേഡ്സ് ഉണ്ടായിരുന്നു, ലെയറിങ്, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്. ഇതൊക്കെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഈ ഒരു മുളക് ചെടിയിൽ ചെയ്യാൻ പറ്റുമോ ഈ ഒരു മെത്തേഡൊക്കെ? ഇല്ലല്ലേ. നമുക്കൊരിക്കലും ഈ ബഡ്ഡിങ്ങിലൂടെയോ ലെയറിങ്ങിലൂടെയോ ക്രാഫ്റ്റിങ്ങിലൂടെയോ ഒന്നും ഈ മുളക് ചെടി, പുതിയ മുളക് ചെടി ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം ഈ മുളക് ചെടിയൊക്കെ ഉണ്ടാകുന്നത് വിത്തിലൂടെയാണ്. അതിനാണ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. വിത്തിലൂടെ ഉണ്ടാകുന്ന ചെടികൾക്കാണ് നമ്മൾ എന്ത് പറയുക, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല മാർഗ്ഗം എന്താണ്, ഇനി നല്ലൊരു വിത്ത് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുക. ഈ എല്ലാ ക്വാളിറ്റീസും അടങ്ങിയിട്ടുള്ള ഒരു വിത്ത് എങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാട്ട് ഇഫ് യു ക്യാൻ പ്രൊഡ്യൂസ് സീഡ്സ് ദാറ്റ് ഹാവ് ക്വാളിറ്റീസ് ഓഫ് ബോത്ത് ദ പ്ലാന്റ്? അതായത് അതെന്നാണ് ഇവിടെ പറഞ്ഞത്, നമുക്ക് ഈ രണ്ട് ചെടികളുടെയും ക്വാളിറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു വിത്ത് ഉൽപ്പാദിപ്പിച്ചെടുക്കാം. അതെങ്ങനെയൊക്കെയാണ് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. Seeds are formed through pollination. You are familiar with different type of pollination. Observe the illustration of pollination in a pumpkin plant. അതായത് സീഡ്സ് ആർ ഫോം ത്രൂ പോളിനേഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ 5ലും 6ലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ടാകും, ഈ വിത്തുകളൊക്കെ ഉണ്ടാകുന്നത് പരാഗണം വഴിയാണെന്ന്. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ പരാഗണം വഴിയാണ് വിത്തുകളൊക്കെ ഉണ്ടാവുന്നത്. നിങ്ങൾ അതേപോലെ തന്നെ പരാഗണത്തിൻ്റെ വ്യത്യസ്ത രീതികളൊക്കെ പഠിച്ചിട്ടുണ്ടാകും, ഡിഫറെൻറ്റ് ടൈപ്സൊക്കെ. സെൽഫ് പോളിനേഷൻ, ക്രോസ് പോളിനേഷനൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് പംകിൻ പ്ലാന്റ്, മത്തൻ ചെടിൻ്റെ 2 ടൈപ്പ് പോളിനേഷനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് സെൽഫ് പോളിനേഷൻ എന്താണെന്ന് നോക്കാം. സെൽഫ് പോളിനേഷൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തത്. ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ ഓർ അനദർ ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ്. അപ്പോൾ ഈ പോളിനേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആന്തർ, അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള ആന്തറിൽ നിന്ന്
പോളൻ എന്ന് പറഞ്ഞാൽ പൂമ്പൊടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിലേക്ക് പോയി വീഴുമ്പോഴാണ് അവിടെ അത് പിന്നെ സീഡായിട്ടും ഫ്രൂട്ടായിട്ടും ഒക്കെ മാറുന്നതെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇവിടെ സെൽഫ് പോളിനേഷൻ എന്താണെന്ന് പറയുകയാണെങ്കിലും ഒരു ചെടിയിൽ തന്നെ നിറയെ പൂക്കൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ചില പൂക്കളിൽ എന്തുണ്ടാവും, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഒന്നിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ ചെമ്പരത്തി പൂവൊക്കെ, ചെമ്പരത്തി പൂവിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും അതേപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഒന്നിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പൂമ്പൊടി അതേ പൂവിൽ തന്നെ വീഴുകയാണെങ്കിൽ അതിനെ നമുക്ക് സെൽഫ് പോളിനേഷൻ എന്നാണ് പറയുക. അതേപോലെ തന്നെ ഒരു ചെടിയിൽ തന്നെ ധാരാളം പൂക്കൾ നിങ്ങൾ കാണലുണ്ട്. അപ്പോൾ ആ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക്, ഒരേ ചെടിയിലെ മറ്റൊരു പൂവിലേക്ക് ഇങ്ങനെ പോളൻ ഗ്രെയിൻ വന്ന് വീഴുകയാണെങ്കിൽ അതിനെ സെൽഫ് പോളിനേഷൻ എന്നാണ് പറയുക. ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ ഇതൊക്കെ നടക്കുന്നത് ഒരൊറ്റ ചെടിയിലെ പൂക്കളിലാണെന്ന് മാത്രം. ഇനി ക്രോസ് പോളിനേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം anther of one flower to the stigma of the another flower of the സെയിം കൈൻഡ്. അപ്പോൾ ഇവിടെ ക്രോസ് പോളിനേഷൻ എന്ന് പറയുകയാണെങ്കിൽ രണ്ട് ചെടികളിലെ പൂക്കൾ തമ്മിൽ നടക്കുന്ന പോളിനേഷനെയാണ് നമ്മൾ ക്രോസ് പോളിനേഷൻ എന്ന് പറയുക. അതായത് രണ്ട് ചെമ്പരത്തി ചെടികളുണ്ടെങ്കിൽ ആ രണ്ട് ചെമ്പരത്തി ചെടികളുടെ പൂക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു പോളിനേഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ ക്രോസ് പോളിനേഷൻ എന്ന് പറയുക. ഇവിടെ നടക്കുന്നത് രണ്ട് ചെടികളിലെ പൂക്കളാണ്. പക്ഷേ സെൽഫ് പോളിനേഷനിൽ നടക്കുന്നത് ഒരു ചെടിയിൽ തന്നെയുള്ള പൂക്കൾ തമ്മിലായിരിക്കും, അല്ലെങ്കിൽ ഒരേ പൂവിലായിരിക്കാം. അതാണ് വ്യത്യാസം. അപ്പം അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചോദ്യം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ആൻസർ ചെയ്യാൻ. ഈസ് ഇറ്റ് ഇൻ സെൽഫ് പോളിനേഷൻ ഓർ ക്രോസ് പോളിനേഷൻ ദാറ്റ് ദ ക്വാളിറ്റി ഓഫ് ബോത്ത് ദ പ്ലാന്റ്സ് ആർ കമ്പൈൻഡ്? വൈ? അപ്പോൾ ഇവിടെ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ സെൽഫ് പോളിനേഷനിലൂടെയാണോ അല്ലെങ്കിൽ ക്രോസ് പോളിനേഷനിലൂടെയാണോ രണ്ട് ചെടികളുടെ ഗുണങ്ങൾ കൂടിച്ചേരുന്നതെന്നാണ് ചോദ്യം. അതെങ്ങനെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് മുളക് ചെടിൻ്റെ ഗുണങ്ങൾ കൂടിച്ചേരുകയാണ് വേണ്ടത്. അപ്പോൾ രണ്ട് മുളക് ചെടികളാണല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കണം നടക്കേണ്ടത്? ക്രോസ് പോളിനേഷനാണ്. കാരണം രണ്ട് ചെടികളാണ് അവിടെ അല്ലേ. ക്രോസ് പോളിനേഷനാണ് അവിടെ നടത്തേണ്ടത്. ഇനി അടുത്ത ചോദ്യം എന്താ? വാട്ട് കൈൻഡ് ഓഫ് പോളിനേഷൻ ഷുഡ് ബി ക്യാരിഡ് ഔട്ട് ടു പ്രൊഡ്യൂസ് എ ചില്ലി പ്ലാന്റ് ദാറ്റ് വിൽ ഹാവ് ക്വാളിറ്റി ഓഫ് ബോത്ത് ദ ചില്ലി പ്ലാന്റ്സ്? സെയിം ചോദ്യമാണ്. അതായത് രണ്ട് മുളക് ചെടികളുടെയും ഗുണങ്ങളുള്ള ഒരു മുളക് ചെടി നമുക്കുണ്ടാക്കാൻ ഏത് തരം പോളിനേഷനാണ് ഇവിടെ നടത്തേണ്ടത്? ഏത് തരമാണ്? ക്രോസ് പോളിനേഷനാണ്. സെൽഫ് പോളിനേഷനിൽ നടക്കുകയാണെങ്കിൽ എന്താ അവിടെ സംഭവിക്കുക? അപ്പോൾ നമുക്ക് ഒരു മുളക് ചെടീൻ്റെ സെൽഫ് പോളിനേഷൻ നടക്കുകയാണെങ്കിൽ അതേപോലെ, അപ്പോൾ ആ നീളമുള്ള മുളക് ചെടിയിലാണ് നമുക്ക് സെൽഫ് പോളിനേഷൻ നടക്കുന്നതെങ്കിൽ ആ നീളമുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഉള്ള ക്വാളിറ്റീസ് ഉള്ള രണ്ട് മുളക് ചെടീനെയും പോളിനേഷൻ ചെയ്യുമ്പോഴാണ് ആ രണ്ടിൻ്റെയും ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള എന്ത് കിട്ടുക? യെസ്, അടുത്തൊരു സാപ്ലിംഗ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. ഇനി ഇവിടുത്തെ അടുത്ത ചോദ്യമാണ്, ഇഫ് പോളിനേഷൻ ടേക്ക് പ്ലേസ് ത്രൂ ഇൻസെക്ട്സ് ക്യാൻ വി ബി ഷുവർ ദാറ്റ് ഇറ്റ് ഹാപ്പൻ ബിറ്റ്വീൻ ദ ചില്ലി പ്ലാന്റ്സ് വി ഹാവ് സെലക്റ്റഡ്? അതായത് നമുക്കറിയാം പോളിനേഷൻ നടക്കാൻ അവിടെ പല പല ഏജൻറ്റ്സ് ഉണ്ട്. അതായത് പോളിനേഷൻ ഒന്നുകിൽ കാറ്റുവായി നടക്കാം. കാറ്റുവായി അതായത് എങ്ങനെ ഒരു പൂവിൻ്റെ പോളൻ ഗ്രെയിൻ വന്ന് മറ്റൊരു പൂവിലേക്ക് വീഴാം, അല്ലെങ്കിൽ ഒരേ പൂവിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റുവായി നടക്കാം, അല്ലെങ്കിൽ ഇൻസെക്ട്സ് പറഞ്ഞാൽ പ്രാണികൾ വഴി നടക്കാം, പൂമ്പാറ്റകൾ വഴി നടക്കാം അല്ലേ. പിന്നെ വെള്ളത്തിലൂടെ നടക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ 6ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, ഇപ്പോൾ ഇൻസെക്റ്റ് വഴി ആണ് ഈ ഒരു പോളിനേഷൻ നടക്കുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ നമ്മൾ വിചാരിച്ച തരത്തിലുള്ള ഒരു സാപ്ലിംഗ് ആണ് ഇനി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന്? ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പൂമ്പാറ്റകളും അതേപോലെ തന്നെ ഇൻസെക്റ്റൊക്കെ പല ചെടികളുടെയും ഒരേ വർഗ്ഗത്തിൽ തന്നെയുള്ള പല പല ചെടികളുടെയും പൂവിൽ വന്ന് പോയി ഇരിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഏത് പോളൻ ഗ്രെയിനാണ് വന്ന് വീഴുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു രീതിയേ ഉള്ളൂ, അത് ആർട്ടിഫിഷ്യൽ പോളിനേഷനാണ്. അതായത് നമ്മൾ തന്നെ പോളിനേഷൻ ചെയ്യുക. നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ചെടിൻ്റെ പൂവിൽ നിന്ന് പോളൻ ഗ്രെയിൻ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഏത് ചെടിയാണോ അല്ലെങ്കിൽ ഏത് ചെടിയിലോട്ടാണോ ഈ ഒരു പോളൻ ഗ്രെയിൻ കൊണ്ടുപോയി വെക്കേണ്ടത് ആ ഒരു ചെടിയിൽ നമ്മൾ തന്നെ കൊണ്ടുപോയി വെക്കുക. ഇതിനെയാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, മനുഷ്യൻ വഴി ചെയ്യുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള സാപ്ലിംഗ് കിട്ടും. നമ്മൾ ഏത് ചെടിയാണോ ഉദ്ദേശിക്കുന്നത് ആ ചെടിയിൽ നിന്ന് പോളൻ ഗ്രെയിൻ കളക്ട് ചെയ്തിട്ട് നമ്മൾ വിചാരിച്ച പൂവിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന ഈ ഒരു രീതിക്കാണ് എന്ത് പറയുന്നത്? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യാനൊക്കെ കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ട്. വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം ഈ ഒരു ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നോക്കുക, ആദ്യത്തെ സ്റ്റെപ്പാണ് ടു പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ റിമൂവ് സ്റ്റാമൻ ഫ്രം ദ ഫ്ലവർ ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് ടു ബി ഡൺ. അതായത് നമ്മൾ ഏത് പൂവിലാണോ ഈ ഒരു ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യുന്നത്, ചിലപ്പോൾ ആ പൂവിൽ തന്നെ എന്തുണ്ടാകും, മെയിൽ പിന്നെ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ടാകും. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള സ്റ്റാമൻ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അതായത് അതിലാണ് പൂമ്പൊടിയൊക്കെ ഉണ്ടാവുക. ആ പൂമ്പൊടിയൊക്കെ ഉള്ള ആ ഒരു ഭാഗം ആ ഒരു പൂവിൽ നിന്ന് നമ്മൾ മുറിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിലെന്നിട്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് മാത്രം വെക്കുന്നുണ്ട്. അതിനുശേഷം ദ ഫ്ലവർ ഈസ് റാപ്ഡ് വെൽ ടു പ്രിവെൻറ്റ് ദ പോളൻ ഗ്രെയിൻസ് ഫ്രം അതർ ഫ്ലവർ ഫാളിങ് ഓൺ ഇറ്റ്. അതായത് എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു പൂവ് നന്നായിട്ട് പൊതിഞ്ഞ് വെക്കും. കാരണം എന്തിനാണ് പൊതിയുന്നത്, ഇനി മറ്റ് പൂവിൽ നിന്നൊന്നും പോളൻ ഗ്രെയിൻസ് ഈ ഒരു പൂവിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതായത് വണ്ട് വഴിയോ അല്ലെങ്കിൽ പൂമ്പാറ്റ വഴിയോ അല്ലെങ്കിൽ കാറ്റ് വഴിയോ ഒക്കെ പോളൻ ഗ്രെയിൻസ് ഈ ഒരു പൂവിലേക്ക് വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്, പൂമ്പൊടി ഈ ഒരു പൂവിലേക്ക് വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പൊതിഞ്ഞ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് പോളൻ ഗ്രെയിൻസ് ഫ്രം ഫ്ലവേഴ്സ് ഓഫ് plant belonging to the same species but having different qualities are collected using a brush. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇനി നമുക്ക് ഏത് ക്വാളിറ്റി ഉള്ള പൂവാണോ ആവശ്യം, ഇതേ ഇനത്തിൽ പെട്ടതായിരിക്കണം, ഇതേ ഇനത്തിൽപ്പെട്ട എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പൂവിൻ്റെ പൂമ്പൊടി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ടതാവരുത്, ഒരേ ഇനത്തിൽപ്പെട്ട എന്നാൽ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള ഒരു പൂവിൻ്റെ പൂമ്പൊടി നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ്. കാരണം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും, ഈ ചെമ്പരത്തിൻ്റെ പൂമ്പൊടിയൊക്കെ നമ്മൾ ചെമ്പരത്തിയൊക്കെ കയ്യിലെടുത്താൽ ചെറിയൊരു മഞ്ഞ കളർ കൈമലാവലുണ്ട് അല്ലേ, അതിനാണ് പൂമ്പൊടി എന്ന് പറയുക. അപ്പോൾ അത് വളരെ പതുക്കെ എന്തെടുക്കുക, ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ പൂമ്പൊടി കളക്ട് ചെയ്യാം. എന്നിട്ട് pollen grains thus collected are deposited on the stigma of the flower which is to be pollinated artificially. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഈ കളക്ട് ചെയ്ത പോളൻ ഗ്രെയിൻ നമ്മൾ ആദ്യം പറഞ്ഞ പൂവിലേക്ക് അതായത് നമ്മളൊരു പൂവിൻ്റെ ഈ ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള സ്റ്റാമൻ കട്ട് ചെയ്ത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ആ പൂവിലേക്ക് എന്ത് കൊണ്ടുപോയിടും, ഈ ഒരു പോളൻ ഗ്രെയിൻ നമ്മൾ കൊണ്ടുപോയി ഇടുന്നതാണ് ഈ ഒരു സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് ദ ഫ്ലവർ ഈസ് wrapped again to prevent pollination from other flower. അതായത് ഇങ്ങനെ കളക്ട് ചെയ്ത പോളൻ ഗ്രെയിൻ ഈ ഒരു ആദ്യത്തെ ആ ഒരു പൂവിലേക്ക് കൊണ്ടുപോയി ഇട്ട ശേഷം നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഈ ഒരു പൂവ് ഇതേപോലെ പൊതിഞ്ഞ് വെക്കും. കാരണം എന്താണ്, ഇനി വീണ്ടും വേറെ പൂവിൽ നിന്ന് ഈ ഒരു പോളൻ ഗ്രെയിൻ ഇതിലേക്ക് വന്ന് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ഇത് കവർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ വളരെ പ്രധാനപ്പെട്ട. കുറച്ച് പേർക്ക് സംശയം ഉണ്ടാകും, എന്തായിരുന്നു ഈ സ്റ്റിഗ്മ അല്ലെങ്കിൽ എന്തായിരുന്നു ഈ സ്റ്റാമൻ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇത് നിങ്ങൾ ഓൾറെഡി 6ാം ക്ലാസ്സിലൊക്കെ നല്ല വ്യക്തമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കിക്കേ, ഇതിൽ നിങ്ങൾക്ക് ഇതൊരു ചെമ്പരത്തിപ്പൂവിൻ്റെ ചിത്രമാണ്. ഇതിലൊരു മഞ്ഞ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ഒരു മഞ്ഞ കളറ്. നിങ്ങൾ വീട്ടിൽ ചെമ്പരത്തിപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക. ആ മഞ്ഞ കളറുള്ള അതിനെ പറയുന്ന പേരാണ് ആന്തർ എന്ന് പറയും. ഓക്കെ, ആ ഒരു മഞ്ഞ കളറുള്ള ആ ഭാഗം ഒരു മൊട്ട് പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനെയാണ് എന്ത് പറയുക, ആന്തർ എന്ന് പറയുക. അപ്പോൾ അതിലാണ് എന്തുള്ളത്, പൂമ്പൊടി ഉള്ളത്, പോളൻ ഗ്രെയിൻസ് കാണപ്പെടുന്നത് അതിലാണ്. അത് നമ്മൾ തൊട്ട് നോക്കിയാൽ നമ്മളെ കയ്യിലൊക്കെ ഇങ്ങനെ മഞ്ഞ ഒരു പൊടി പോലെ കാണാൻ പറ്റും. അതാണ് എന്തെന്ന് പറയുന്നത്, പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പൂവിൽ നിന്ന് നമ്മൾ ആ ഒരു ഭാഗം മുറിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. ആ മുറിച്ചു മാറ്റിയിട്ട് ആ നീണ്ട കുയൽ മാത്രം അവിടെ വെക്കുകയാണ്. ആ മഞ്ഞ ഭാഗം മുറിച്ചു മാറ്റിയിട്ട് ആ നീണ്ട കുയൽ പോലത്തെ ഭാഗം അവിടെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആന്തർ അല്ലെങ്കിൽ സ്റ്റാമനാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ നീണ്ട കുഴലില്ലേ, ആ നീണ്ട കുഴലിൽ ഏറ്റവും മുകൾ ഭാഗത്ത് ഒരു ചുവന്ന കളറിൽ ഒരു പൊട്ട് പോലത്തെ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ ചിത്രത്തിൽ. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് സ്റ്റിഗ്മ എന്ന്. ഇനി സ്റ്റിഗ്മ എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ പൂവിൻ്റെ ആ ഒരു സ്റ്റാമൻ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ആ പൂവ് നമ്മൾ നന്നായിട്ട് കവർ ചെയ്തു. പിന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പൂവിൻ്റെ പൂമ്പൊടി നമ്മൾ എന്ത് ചെയ്തു, കളക്ട് ചെയ്തു. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് കളക്ട് ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റിഗ്മയിലേക്ക്, ആദ്യത്തെ പൂവിൻ്റെ സ്റ്റിഗ്മയിലേക്ക് കൊണ്ടുപോയി വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ ആ ഒരു ചുവന്ന കളറിൽ അതിലേക്ക് കൊണ്ടുപോയി ഇടുകയാണ് ചെയ്യുന്നത്. വളരെ സൂക്ഷിച്ച് പൂമ്പൊടി അതിലേക്ക് കൊണ്ടുപോയി ഇടുന്നു. അതിനുശേഷം ഈ ഒരു ആദ്യത്തെ പൂവ് നന്നായിട്ട് വീണ്ടും കവർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്നത്. ഇതിന് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയാൻ കാരണം എന്താണ്, ഇവിടെ മനുഷ്യർ തന്നെയാണ് ചെയ്യുന്നത്, അല്ലാതെ കാറ്റ് വഴിയോ വണ്ട് വഴിയോ പൂമ്പാറ്റ വഴിയോ ഒന്നും അല്ല ഈ ഒരു പരാഗണം നടക്കുന്നത്.
അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യമാണ്, വെൻ ഷുഡ് ദീസ് ആക്ടിവിറ്റി ബി പെർഫോംഡ്, പുട്ട് എ ടിക്ക് മാർക്ക്, ഡിസ്കസ് ദ റീസൺ. അതായത് എപ്പോഴാണ് നമ്മൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യേണ്ടത്, ഒരു പൂവിൽ എപ്പോഴാണ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. അപ്പോൾ ഒന്നാമത്തത് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ബ്ലൂമിങ്. ബ്ലൂമിങ് എന്ന് പറഞ്ഞാൽ ഒരു പൂവ് വിരിഞ്ഞ ഉടനെയാണോ, അല്ലെങ്കിൽ ആഫ്റ്റർ ദ ഫ്ലവർ ഹാസ് ഫുള്ളി ബ്ലൂംഡ്, ഒരു പൂവ് പൂർണ്ണമായിട്ട് വിരിഞ്ഞതിന് ശേഷമാണോ, ഇനി വെൻ ദ ഫ്ലവർ ബിഗിൻസ് ടു വിതേർഡ്. വിതേർഡ് എന്ന് പറഞ്ഞാൽ ഇനി കൊഴിഞ്ഞു പോവാൻ നേരത്താണോ, എപ്പോഴാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. എപ്പോഴാണ്? രണ്ടാമത്തതിലാണ് ടിക്ക് ഇടേണ്ടത്. ആഫ്റ്റർ ദ ഫ്ലവർ ഹാസ് ഫുള്ളി ബ്ലൂംഡ്, അതായത് ഒരു പൂവ് പൂർണ്ണമായിട്ട് വിരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യേണ്ടത്. എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഇത് പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഹൈബ്രിഡൈസേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് ബൈ artificially pollinating two plants which have different quality and belongs to the same species. അതായത് ഒരേ വർഗത്തിൽപ്പെട്ടതും എന്നാലോ വ്യത്യസ്ത ഗുണങ്ങളുമുള്ളതുമായിട്ടുള്ള രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന് പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഫ്രം ദ സീഡ് ദസ് പ്രൊഡ്യൂസ് ദോസ് വിത്ത് സുപ്പീരിയർ ക്വാളിറ്റീസ് ആർ കളക്റ്റഡ്. ദീസ് ആർ ദ ഹൈബ്രിഡ് സീഡ്സ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കരയിന വിത്തുകൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞു, ഒരേ സ്പീഷീസിൽ പെട്ടതായിരിക്കണം. അതായത് ഒരേ വർഗത്തിൽപ്പെട്ടതും എന്നാൽ നല്ല വ്യത്യസ്ത ഗുണങ്ങൾ ഉള്ളതുമായിട്ടുള്ള രണ്ട് ചെടികൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. ആ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമമായിട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് പരാഗണം നടത്തി അതിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതെ സീഡ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിക്കാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ കുറേ സീഡ്സുകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ കുറേ സീഡുകളിൽ നമ്മൾ നല്ല സീഡ് തിരഞ്ഞെടുക്കുകയാണ്. അതിനാണ് ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറയാം. കണ്ടിട്ടുണ്ടാവും ഈ കൃഷിഭവൻ എന്നൊക്കെ ചിലത് മുളപ്പിച്ച് നമുക്ക് തരുന്നത്. അത് അവരെങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അങ്ങനെ നമ്മൾ ഈ ഒരു ഹൈബ്രിഡൈസേഷൻ വഴി കുറേ സീഡുകൾ നമുക്ക് ലഭിക്കും. അത് നട്ട് നോക്കിയിട്ട് നന്നായിട്ട് വളരുന്നത് എന്ത് ചെയ്യും, അത് മാറ്റി കുഴിച്ചിടുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ സീഡാണ് ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറയുന്നത്. സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള സീഡിനെയാണ് ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറയുന്നത്. അതാണ് കൃഷിഭവൻ എന്നൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള സീഡിൻ്റെ പേരുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്ലാന്റ്, ഈ ചില്ലി അതായത് മുളകിൻ്റെ നല്ല ഹൈബ്രിഡ് സീഡ്സിൻ്റെ പേരാണ്, നല്ല ക്വാളിറ്റി ഉള്ള സീഡിൻ്റെ പേരാണ് എന്ത്, ഉജ്ജ്വല, ജ്വാലമുഖി. അതേപോലെ പി എന്ന് പറഞ്ഞാൽ പയറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള സീഡിൻ്റെ പേര് ജ്യോതിക, ഭാഗ്യലക്ഷ്മി. പിന്നെ പാഡി എന്ന് പറഞ്ഞാൽ നെല്ല്, അതിൻ്റെത് പവിത്ര, അന്നപൂർണ. പിന്നെ കോക്കനറ്റ് എന്താണ്, തെങ്ങ് അല്ലേ, അത് തെങ്ങിൻ്റെത് നല്ല ഹൈബ്രിഡ് ക്വാളിറ്റി ഉള്ള സീഡിൻ്റെ പേരാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കർ. പിന്നെ ലേഡീസ് ഫിംഗർ, വെണ്ട, സൽകീർത്തി, കിരൺ. ഈ ഒരു ബോക്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക, എക്സാമിന് പലപ്പോഴും ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. It is an agriculture research center that superior quality seeds are produced through hybridization. ഇങ്ങനെ ഹൈബ്രിഡൈസേഷൻ വഴി നല്ല സുപ്പീരിയർ ക്വാളിറ്റി സീഡ്, ഹൈബ്രിഡ് സീഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്ററിൽ വെച്ചിട്ടാണ്, കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിൽ വെച്ചിട്ടാണ് ഇങ്ങനത്തെ സീഡൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. The seeds thus produced are distributed to farmer. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകളൊക്കെ പിന്നെ എന്താ ചെയ്യുന്നത്, കർഷകരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട്, അതായത് അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഓരോരോ ഹൈബ്രിഡ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതെന്ത് ചെയ്യും, കൃഷിഭവനിലേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അവിടെ വെച്ചിട്ടാണ് ഫാമേഴ്സിനൊക്കെ കിട്ടുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റേഴ്സാണ്. നമ്മളുടെ കേരളത്തിൽ കാണപ്പെടുന്ന അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റർ, കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണെന്നാണ്. അപ്പോൾ ആദ്യത്തേതാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. എവിടെയാണത്, മണ്ണൂത്തി, തൃശ്ശൂരാണ്. അതിൻ്റെ ഷോർട്ടാണ് KAU, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇതിൽ നിങ്ങൾ മെയിനായിട്ട് പിന്നെ ആ ഒരു അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റേഴ്സിൻ്റെ പേരും അതേപോലെ തന്നെ അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ആദ്യത്തെ KAUവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാർഷിക ഗവേഷണ കേന്ദ്രമാണ്. ഈ ഒരു KAUവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിവിധ ഇനം വിളകളെക്കുറിച്ച് അതേപോലെ മൃഗങ്ങളെക്കുറിച്ച് പക്ഷികളെക്കുറിച്ചൊക്കെ പഠനം അവിടെ നടത്തുന്നുണ്ട്.
ഇനി അടുത്തതാണ് സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CTCRI, സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം, തിരുവനന്തപുരത്താണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കിഴങ്ങു വർഗ്ഗങ്ങളെ പറ്റി, ഈ ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കിഴങ്ങു വർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനമാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്നത്. ഇനി അടുത്തതാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ അതിൻ്റെ ഷോർട്ടാണ് RRII, സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ പേര് പോലെ തന്നെ റബ്ബറിനെ കുറിച്ചുള്ള പഠനമാണ് ഇവിടെ നടത്തുന്നത്. അതായത് നല്ല ഹൈ ഈൽഡ് വെറൈറ്റീസ് ഉള്ള റബ്ബർ ഓരോ ഇടങ്ങളിലും ഓരോരോ ഏരിയയിൽ അനുയോജ്യമായിട്ടുള്ള റബ്ബർ ഒക്കെ എങ്ങനെ വളർത്താം എന്നുള്ളതിൻ്റെ പഠനമാണ് ഇവിടെ നടക്കുന്നത്. ഇനി അടുത്തതാണ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CPCRI, സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത തെങ്ങ്, കവുങ്ങ്, അതേപോലെ കൊക്കോ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്രയാണ് ഇവിടുത്തെ ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ആ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും എന്തൊക്കെയാണ്, എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് നടക്കുന്നതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്ത ടോപ്പിക്കാണ് സീഡ് ആൻഡ് ഈൽഡ്, അതായത് വിത്തും വിളവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 കുട്ടികളുടെ കോൺവെർസേഷൻ കാണാം അല്ലേ. അപ്പോൾ ആദ്യത്തെ കുട്ടി എന്താണ് പറയുന്നത്, ദിസ് വെറൈറ്റി ഈസ് സൽകീർത്തി, സീ ദ പ്ലാന്റ് ഈസ് ഫുൾ ഓഫ് ഫ്രൂട്ട്, ഡു യു സീ ദാറ്റ്. അതായത് ആദ്യത്തെ കുട്ടി പറയാണ് സൽകീർത്തി എന്ന് പറഞ്ഞാൽ നമ്മളുടെ വെണ്ടൻ്റെ ഒരു നല്ല ഹൈബ്രിഡ് ക്വാളിറ്റി ഉള്ള വിത്താണ് സൽകീർത്തി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നട്ടിട്ട് അതിൽ നിറയെ എന്തുണ്ട്, കായ്കളുണ്ട് അല്ലേ, നീ കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. രണ്ടാമത്തെ കുട്ടി പറയണ ഐ ഹാഡ് ഓൾസോ പ്ലാന്റഡ് സൽകീർത്തി ബട്ട് ദ ഈൽഡ് ഈസ് ലോ. അപ്പോൾ രണ്ടാമത്തെ കുട്ടി എന്താണ് പറയുന്നത്, ആ ബോയ് എന്താ പറയുന്നത്, ഞാനും സൽകീർത്തി ആ ഒരു വിത്ത് തന്നെയാണ് നട്ടത്, പക്ഷെങ്കിൽ എൻ്റെ ചെടിയിൽ അത്രയൊന്നും വിളവ് ലഭിച്ചിട്ടില്ല. ഇനി ഇതിൻ്റെ തൊട്ട് താഴത്ത് കുറച്ച് ചോദ്യമുണ്ട്. ബോത്ത് ഓഫ് ദം പ്ലാന്റഡ് ദ സെയിം വെറൈറ്റി ഓഫ് ലേഡീസ് ഫിംഗർ ഈവൻ വെൻ ദ ഈൽഡ് ഫ്രം ദ പ്ലാന്റ് ഓഫ് വൺ ചൈൽഡ് ഈസ് ലോ, വാട്ട് മേ ബി ദ റീസൺ. അതായത് രണ്ടാളും ഇവിടെ നട്ടത് സൽകീർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെണ്ടൻ്റെ വിത്താണ്. എന്നിട്ടും രണ്ടാൾക്കും 2 തരത്തിലാണ് ഈൽഡ്, വിളവ് ലഭിച്ചത്. ഒരാൾക്ക് നന്നായിട്ട് കിട്ടി, ഒരാൾക്ക് അത്രയൊന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെ കാരണം എന്തായിരിക്കും എന്നാണ് ചോദ്യം. അത് മറ്റൊന്നുമല്ല, നമുക്ക് വിത്ത് നന്നായാൽ മാത്രം പോരാ, നമ്മൾ അതിനെ നർച്ചർ ചെയ്യുന്ന രീതി, അതായത് അതിനെ നോക്കുന്ന രീതി, പരിചരിക്കുന്ന രീതി, ഒന്നെങ്കിൽ ഫെർട്ടൈൽ സോയിൽ അല്ലെങ്കിൽ നല്ല വളക്കൂറുള്ള മണ്ണല്ലെങ്കിൽ നമുക്ക് അത്രക്ക് നന്നായിട്ടുള്ള വിളവ് ലഭിക്കില്ല. ഇനി അതല്ല നന്നായിട്ട് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലമാണെങ്കിൽ, ഫേവറബിളായിട്ടുള്ള ക്ലൈമറ്റ് അല്ലെങ്കിൽ എന്ത് ലഭിക്കില്ല, ഇതേപോലുള്ള ഈൽഡ് ലഭിക്കില്ല. അപ്പോൾ താഴെ കുറച്ച് പോയിൻ്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല വിത്തായാൽ മാത്രം പോരാ, പക്ഷേങ്കിൽ വേറെ എന്തൊക്കെ നമ്മൾ നോക്കണം. നല്ല ഈൽഡ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല വിത്ത് മാത്രം സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല, പിന്നെയും നമ്മൾ കുറച്ച് കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേതാണ് ഫെർട്ടൈൽ സോയിൽ, അതായത് നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം. പിന്നെ പെസ്റ്റ് കൺട്രോൾ, കീടനിയന്ത്രണം ആവശ്യമാണ്. അതേപോലെ തന്നെ എന്താണ്, ഫേവറബിൾ ക്ലൈമറ്റ് ആണെങ്കിൽ നല്ല ഈ ഒരു വെണ്ട ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് ചെടിയും വളരാനുള്ള നല്ലൊരു കാലാവസ്ഥയായിരിക്കണം. ആവശ്യത്തിനുള്ള വെളിച്ചവും അതേപോലെ എല്ലാം ലഭിക്കുന്നതായിരിക്കണം. പിന്നെ പ്രോപ്പർ ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ്, അതായത് ആവശ്യത്തിനുള്ള വളമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഈൽഡ്, വിളവ് ലഭിക്കും. ഇനി അടുത്ത ടോപ്പിക്കാണ് ഫെർട്ടൈൽ സോയിൽ. അതായത് വളക്കൂറുള്ള മണ്ണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, നല്ല വിത്ത് ആയാൽ മാത്രം പോരാ, നല്ല വളവും ഒക്കെ നമ്മൾ കൊടുത്താൽ മാത്രമേ ആ ചെടിയിൽ നിന്ന് നല്ല എന്ത് ലഭിക്കുള്ളൂ, അത് വിളവ് ലഭിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് ഈ ഫെർട്ടൈൽ സോയിൽ പറയുന്നത്. പ്രോപ്പർ ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഈസ് റിക്വയർ ഫോർ ദ ബെറ്റർ ഈൽഡ്. അതായത് പ്രോപ്പർ ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ വളം. ഓക്കെ, അപ്പോൾ നല്ല വിളവ് ലഭിക്കാൻ വേണ്ടിയിട്ട് ശരിയായിട്ടുള്ള വളപ്രയോഗം ആവശ്യമാണ്. പിന്നെ ഇവിടെ ബെറ്റർ ഈൽഡ് എന്ന് പറഞ്ഞാൽ നല്ല വിളവ് ലഭിക്കാൻ. പിന്നെ താഴെ പറഞ്ഞതാണ് കുറച്ച് വളങ്ങൾ, നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ പാരൻസൊക്കെ യൂസ് ചെയ്യുന്ന വളങ്ങളൊക്കെ ഏതാണ്, ചെടികൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വളങ്ങൾ ഏതൊക്കെയാണ്, താഴെ എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. കൗഡങ് എന്ന് പറഞ്ഞാൽ ചാണകം, പിന്നെ യൂറിയ, പിന്നെ നമുക്ക് ഗോഡ് ഡ്രോപ്പിംഗ് എന്ന് പറയാം. ഗോഡ് ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആട്ടിൻ കാഷ്ടം, പിന്നെ ബോൺ മീൽ എന്ന് പറഞ്ഞാൽ എല്ലുപൊടി, പിന്നെ NPK അതൊരു രാസവളമാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് എഴുതാം. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ അറിയെങ്കിൽ അതൊക്കെ അവിടെ എഴുതാം. വേണമെങ്കിൽ നമുക്ക് കോഴി കാഷ്ടം, അതായത് ചിക്കൻ മാനറൊക്കെ അവിടെ എഴുതാം.
ഇതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ കാണാം. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. കമ്പോസ്റ്റ്, NPK മിക്സ്ചർ, ബോൺ മീൽ, ചിക്കൻ മാനർ, ഇതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ജൈവവളം, പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ രാസവളം. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ക്ലാസിഫൈ ചെയ്യാനാണ്, വേർതിരിച്ച് എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൽ നമുക്ക് എഴുതാം കൗഡങ്, ചാണകം, അതേപോലെ ബോൺ മീൽ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലുപൊടിയാണ്. പിന്നെ കമ്പോസ്റ്റ്, പിന്നെ ചിക്കൻ മാനോർ, കോഴിക്കാഷ്ടം, പിന്നെ ഗോഡ് ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അതെ, ആട്ടിൻ കാഷ്ടം. ഇനി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ അവിടെ യൂറിയ, പിന്നെ NPK, അമോണിയം ഫോസ്ഫേറ്റ്, അമോണിയം നൈട്രേറ്റ് ഒക്കെ അവിടെ കൊടുക്കാവുന്നതാണ്. ഇനി സൈഡിലുള്ള ആ ഒരു ചെറിയൊരു ബോക്സ് നോക്കാം. അതിൽ നിങ്ങൾക്കൊരു ശാസ്ത്രജ്ഞനെ കാണാം. പേരെന്താണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഹൈ ഈൽഡ് വെറൈറ്റീസ് ഉള്ള സീഡൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ തെക്കു കിഴക്കൻ ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളാണ്. ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ് കേട്ടോ. ഇനി അടുത്തത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൻ്റെയും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതായത് പ്രത്യേകതകളാണ്. ഇവിടെ നോക്കിക്കേ, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൽ പറഞ്ഞത് ഒന്നാമത്തത് ഒബ്റ്റെയിൻ ഫ്രം ഓർഗാനിക് മാറ്റർ, അതായത് ജൈവവളങ്ങൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ജൈവ വസ്തുക്കളിൽ നിന്നാണ് ജൈവവളങ്ങൾ ലഭിക്കുന്നത്. പിന്നെ റിക്വേർഡ് ഇൻ ഹയർ ക്വാണ്ടിറ്റി, കൂടുതൽ അളവിൽ വേണ്ടി വരും. നമ്മളിപ്പോൾ ഏതെങ്കിലും ചെടിക്കൊക്കെ വളമായിട്ട് ഇടുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് ഇടേണ്ടി വരും, എന്നാൽ മാത്രമേ ഒരു ഫലം നമുക്ക് ലഭിക്കുള്ളൂ. പിന്നെ എന്താണ്? നോട്ട് ഹാംഫുൾ ടു സോയിൽ, അതായത് മണ്ണിനൊരു ദോഷവും ഇത് ചെയ്യുന്നില്ല. പിന്നെ കനോട്ട് ബി സപ്ലൈഡ് ആസ് എ സിംഗിൾ കമ്പോണൻറ്റ്, ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ആദ്യത്തേതാണ് പ്രൊഡ്യൂസ് ഫ്രം കെമിക്കൽസ് ഇൻഡസ്ട്രിയലി. എന്താണ് ഇവിടെ പറഞ്ഞത്? രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നതാണ്. ആദ്യം നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൻ്റെ പറഞ്ഞു, അത് ഓർഗാനിക് മാറ്റേഴ്സിൽ നിന്നാണ് ലഭിക്കുന്നത്, അല്ലേ? പശുവിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ഇലകളിൽ നിന്നൊക്കെ നമ്മൾ എടുക്കുന്നതാണ്. പക്ഷേ ഇതെങ്ങനെയാണ്? കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് ഇൻഡസ്ട്രിയലായിട്ട് വ്യാവസായികമായിട്ട് നമ്മൾ നിർമ്മിക്കും. രണ്ടാമത്തെ പോയിൻ്റാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ റിക്വേർഡ് ഇൻ ലെസ്സർ ക്വാണ്ടിറ്റി, അതായത് കുറഞ്ഞ അളവിൽ നമ്മൾ മണ്ണിലിട്ടാൽ മതി, കുറച്ച് മാത്രം മണ്ണിലിട്ടാൽ തന്നെ അതിന് നമുക്ക് റിസൾട്ട് ലഭിക്കും. പിന്നെ മൂന്നാമത്തത് എക്സസ് യൂസ് ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ, അതായത് അമിതമായിട്ട് നമ്മളിത് ഉപയോഗിച്ചാൽ അത് മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു. ബയോ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ദോഷവും വരുന്നില്ല മണ്ണിന്. പക്ഷെങ്കിൽ ഇത് ധാരാളമായിട്ട് ഉപയോഗിച്ചാൽ മണ്ണിൻ്റെ ഘടനയെ തന്നെ അത് ബാധിക്കുന്നുണ്ട്. നാലാമത്തതാണ് കമ്പോണൻറ്റ്സ് ക്യാൻ ബി സപ്ലൈഡ് ആസ് പെർ റിക്വയർമെൻറ്റ്, അതായത് ആവശ്യമുള്ള ഘടകം മാത്രമായിട്ട് നൽകാൻ ഇതിന് സാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ട് കാര്യവും, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൻ്റെ പ്രത്യേകതയും അതേപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ പ്രത്യേകതയും നിങ്ങൾ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ, ഓർഗാനിക് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഹാവ് ദെയർ ഓൺ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. നമ്മൾ ഇവിടെ കണ്ടു, ഈ രണ്ട് വളങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ദോഷവും ഗുണവും ഒക്കെ ഉണ്ട്. Farmers of our state follow a mixed method of applying more of organic fertilizers and lesser quantity of chemical fertilizers. അതായത് നമ്മളുടെ നാട്ടിലൊക്കെ ഈ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ധാരാളം ഉപയോഗിച്ചും അതേപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കുറച്ച് മാത്രമാണ് ഫാമേഴ്സൊക്കെ ഉപയോഗിക്കുന്നത്. ഈ ഒരു രീതിയാണ് നമ്മളുടെ നാട്ടിലൊക്കെ ഫോളോ ചെയ്യുന്നത്. പിന്നെന്താണ്? ഫാമേഴ്സ് ഓൾസോ യൂസ് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ഫോർ ബെറ്റർ ഈൽഡ്, അതായത് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സും ഉപയോഗിക്കുന്നുണ്ട്. മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസം പറഞ്ഞാൽ സൂക്ഷ്മജീവികളായിട്ടുള്ള സ്യൂഡോമോണസ്, അതേപോലെ തന്നെ അസോമാസ് പെരിലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ മൈക്രോ ഓർഗാനിസത്തെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വളപ്രയോഗമാണ് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ നാട്ടിൽ ഫാമേഴ്സ് ഓരോരോ ചെടികൾക്കൊക്കെ
ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഇനി അടുത്തതാണ് പെസ്റ്റ് കൺട്രോൾ, കീടനിയന്ത്രണം എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ പഠിച്ചത് ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചായിരുന്നു, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും അതേപോലെ തന്നെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. ഈ ഫെർട്ടിലൈസേഴ്സ് ശരിക്കും ചെടികളെ വളരാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണ് അല്ലേ, വളരാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ കീടങ്ങളൊന്നും അതിൽ നശിച്ചു പോകുന്നില്ല. ഈ കീടങ്ങളെ നശിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ ഇൻ plants is a major issue faced by farmers. How can pest infestation be controlled? അതായത് ഫാമേഴ്സൊക്കെ, കർഷകരൊക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ പെസ്റ്റ്, കീടങ്ങൾ നിറയെ ഈ ചെടികളിലൊക്കെ വന്ന് വീഴുമ്പോൾ അതെന്ത് ചെയ്യും, ആ ചെടികളെ നശിപ്പിക്കും. അതാണ് ഈ കർഷകരൊക്കെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. അപ്പം ഇതിനെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം എന്നാണ് ചോദ്യം. ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യത്തെ ആളെന്താ പറയുന്നത്, I spray chemical pesticides well, so not a single pest in my crop. അതായത് അയാൾ എന്താണ് ചെയ്യുന്നത്, ആദ്യത്തെ ആൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കീടനാശിനിയാണ് കേട്ടോ, കീടനാശിനിയാണ് പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത്. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആണ് ആദ്യത്തെ ആൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ ചെടിയിലൊന്നും ഒറ്റ പെസ്റ്റ് പോലും ഇല്ല, ഒറ്റ കീടങ്ങൾ പോലും ഇല്ല. രണ്ടാമത്തെ ആൾ എന്താ പറയുന്നത്, ഐ സ്പ്രേ ടൊബാക്കോ ഡിക്കോഷൻ, ഐ കുഡ് കൺട്രോൾ പെസ്റ്റ് ടു സം എക്സ്റ്റെൻറ്റ്. അതായത് ഇവിടെ ടൊബാക്കോ ഡിക്കോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പുകയില കഷായമാണ്. അപ്പോൾ രണ്ടാമത്തെ ആൾ പുകയില കഷായമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ ഈ ഒരു കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കാമെന്നാണ് രണ്ടാമത്തെ ആൾ പറയുന്നത്. മൂന്നാമത്തതോ, പെസ്റ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് എ ലൈറ്റ് ട്രാപ്പ് ടു. മൂന്നാമത്തെ കർഷകൻ പറയാണ് വിളക്കു കെണി വെച്ചും പ്രാണികളെ നശിപ്പിക്കാം. പിന്നെ തവള എന്താണ് പറയുന്നത്, ഐ ലവ് പെസ്റ്റ്, ഐ വിൽ ഈറ്റ് ആസ് മെനി ആസ് ഐ ക്യാൻ. അതായത് എനിക്ക് കീടങ്ങളെ അല്ലെങ്കിൽ പ്രാണികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് എത്ര കിട്ടിയാലും ഞാൻ ഈ പ്രാണികളെ ഭക്ഷണമാക്കും എന്നാണ് ഈ തവള പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, പെസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ട്, അതായത് കീട നിയന്ത്രണത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ഇവിടെ യൂസ് ചെയ്യാം, കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാം. പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കീടനാശിനിയാണ്. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ എന്താണ്, ബയോ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാം. ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജൈവ കീടനാശിനി, ടൊബാക്കോ ഡിക്കോഷനൊക്കെ പോലെ. ടൊബാക്കോ ഡിക്കോഷൻ എന്തായിരുന്നു, പുകയില കഷായമാണ്. പുകയില കഷായം, പിന്നെ അതേപോലെ എന്താണ്, ഈ വെളുത്തുള്ളി കഷായമൊക്കെ വീട്ടിൽ നിങ്ങളുടെ പാരൻസൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കാം. പിന്നെ എന്താണ്, അതെ, ഈ തവളകളെ, ഈ കീടങ്ങളൊക്കെ ഭക്ഷണമാക്കുന്ന ഓർഗാനിസം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാം. ഈ 3 പോയിൻ്റാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതായത് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നമുക്ക് ഏതൊക്കെ രീതിയിൽ, ഈ കോൺവെർസേഷൻ കേട്ടിട്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാം എന്നായിരുന്നു ചോദ്യം. ഡിഫറെൻറ്റ് മെത്തേഡ് താഴെ എഴുതാനായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തത് യൂസിങ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, രണ്ടാമത് എന്താ യൂസിങ് ബയോ പെസ്റ്റിസൈഡ്സ്. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ രാസ കീടനാശിനി, ബയോ പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജൈവ കീടനാശിനി. പിന്നെ മൂന്നാമത് യൂസിങ് പെസ്റ്റ് ഈറ്റിംഗ് ഓർഗാനിസം, ഈ കീടങ്ങളെയൊക്കെ കഴിക്കുന്ന ഓർഗാനിസം യൂസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം, കീടങ്ങളെ നിയന്ത്രിക്കാം. ഇനിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് മെത്തേഡുകൾ എങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, പെസ്റ്റ് കൺട്രോൾ മെഷേഴ്സ്, കീടനിയന്ത്രണ മാർഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തത് ഇവിടെ കൊടുത്തത് ബയോളജിക്കൽ കൺട്രോൾ, ജൈവ നിയന്ത്രണം. എങ്ങനെയാണ്, ലേഡി ബഗ് ഈസ് എ ഇൻസെക്റ്റ് വിച്ച് ഈറ്റ് ദ പെസ്റ്റ് ദാറ്റ് ഗ്രോ ഓൺ പ്ലാന്റ്. ഇവിടെ നിങ്ങളൊരു ചിത്രം കണ്ടിട്ടില്ലേ, ആ വണ്ടിനെ നിങ്ങൾ പലപ്പോഴുമായിട്ട് വീട്ടിൽ കണ്ടിട്ടുണ്ടാകും. അതിന് വട്ടച്ചാഴി അല്ലെങ്കിൽ ലേഡി ബഗ് എന്നൊക്കെ എന്നാണ് പറയാം. അപ്പോൾ ഇതെന്ത് ചെയ്യും, ചെടികളിൽ വളരുന്ന പല കീടങ്ങളെയും തിന്ന് നശിപ്പിക്കുന്നുണ്ട്. Trichogramma is another friendly insect of this kind. Similarly, frog, mambuya, calotes, bug, etc. feed on pests which infest crops. അതായത് ഇത്തരത്തിലുള്ള മറ്റൊരു മിത്രകീടമാണ് ട്രൈക്കോഗ്രാമ എന്ന് പറയുന്നത്. ട്രൈക്കോഗ്രാമ, അതേപോലെ തന്നെ തവള. ഓക്കെ, ഫ്രോഗ് എന്ന് വെച്ചാൽ തവള, പിന്നെ മാമ്പുഴ എന്ന് പറഞ്ഞാൽ അരണ, പിന്നെ കലോഡ്സ് എന്ന് പറഞ്ഞാൽ ഓന്ത്, പിന്നെ ബഗ് വണ്ട്. അപ്പോൾ ഈ തുടങ്ങിയ ജീവികളൊക്കെ എന്താണ്, വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്ന് നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ എന്താ പറയുന്നത്, ഫ്രണ്ട്ലി ഇൻസെക്റ്റ് എന്നാണ്. ഫ്രണ്ട്ലി ഇൻസെക്റ്റ് എന്ന് പറഞ്ഞാൽ മിത്രകീടം.
നമ്മുടെ ചെടികളെ നശിപ്പിക്കുന്ന കീടങ്ങളെ തിന്ന് നശിപ്പിക്കുന്ന മിത്രകീടങ്ങൾ. ഓക്കെ, ദിസ് കൈൻഡ് ഓഫ് പെസ്റ്റ് കൺട്രോൾ ഈസ് കോൾഡ് ബയോളജിക്കൽ കൺട്രോൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കീടനിയന്ത്രണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. വെൻ പെസ്റ്റിസൈഡ്സ് ആർ അപ്ലൈഡ് ദീസ് ഫ്രണ്ട്ലി ഏജൻറ്റ്സ് ഓൾസോ ഗെറ്റ് ഡിസ്ട്രോയ് അലോങ് വിത്ത് ദ പെസ്റ്റ്. നമ്മളിനി എന്തെങ്കിലും കീടനാശിനികൾ പ്രയോഗിക്കുകയാണെങ്കിൽ ഈ കീടങ്ങളോടൊപ്പം തന്നെ ഈ ഫ്രണ്ട്ലി ഇൻസെക്റ്റും എന്താവും? ചത്തൊടുങ്ങും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഈ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ അതൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തതാണ് നമ്മൾ നോക്കുന്നത് മെക്കാനിക്കൽ കൺട്രോൾ. മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ യാന്ത്രിക നിയന്ത്രണം. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതായത് നമ്മളുടെ വീട്ടിലൊക്കെ നിങ്ങൾ കാണാൻ പറ്റും ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഈച്ചകളെ കാണാൻ പറ്റും. അപ്പോൾ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക, അതിൽ തുളസിൻ്റെ ഇല, ബേസിൽ ലീവ്സ് എന്ന് പറഞ്ഞാൽ തുളസിൻ്റെ ഇല ചതച്ച് അതിൽ വെക്കുക. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ അതിലേക്ക് നിറയെ ഇങ്ങനത്തെ ഈ സ്വർണ്ണ ഈച്ചകൾ വന്ന് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിനെ പിന്നെ നമുക്ക് പിറക്കി മാറ്റിയാൽ മതി. അപ്പോൾ ഈ ഒരു ട്രാപ്പിനെയാണ്, ഈ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനത്തെ ഒരു കെണിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. അതിൻ്റെ ലാസ്റ്റിലത്തെ ആ ഒരു സെൻറ്റൻസ് ഒന്ന് നോക്കിക്കേ. ദിസ് മെത്തേഡ് ഓഫ് കൺട്രോളിങ് പെസ്റ്റ് ബൈ റിമൂവിങ് ദം മാനുവലി ഓർ യൂസിങ് ട്രാപ്പ് ഈസ് കോൾഡ് മെക്കാനിക്കൽ കൺട്രോൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കെണികൾ ഉപയോഗിച്ചോ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇനം കെണിയാണ് ഫെറോമോൺ കെണി അല്ലെങ്കിൽ ഫെറോമോൺ ട്രാപ്പ് എന്ന് പറയും. അപ്പോൾ ഇത് മാർക്കറ്റിലൊക്കെ ലഭ്യമാണെന്നാണ് പറയുന്നത്. ഇനി അടുത്താണ് പെസ്റ്റിസൈഡ്സ്, അതായത് കീടനാശിനികൾ. പെസ്റ്റിസൈഡ്സ് ആർ 2 ടൈപ്പ്, കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആൻഡ് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ്. അപ്പോൾ പെസ്റ്റിസൈഡ്സ് കീടനാശിനികൾ 2 തരത്തിലുണ്ട്. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ഉണ്ട് കേട്ടോ. രാസ കീടനാശിനികളും പിന്നെ ജൈവ കീടനാശിനികളും. ഇനി ആദ്യം കെമിക്കൽ പെസ്റ്റിസൈഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ദീസ് ആർ പെസ്റ്റിസൈഡ്സ് പ്രിപ്പയർ യൂസിങ് കെമിക്കൽ സബ്സ്റ്റൻസ്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നിർമ്മിച്ച കീടനാശിനികളാണ് രാസ കീടനാശിനികൾ അല്ലെങ്കിൽ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത്. ഇനി ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ആണ്, അതായത് ജൈവ കീടനാശിനികൾ. ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ആർ കമ്പാരിറ്റീവ്ലി ലെസ് ഹാംഫുൾ ദാൻ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? രാസകീടനാശിനികളെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവയാണ് ഈ ഒരു ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത്. ടൊബാക്കോ ഡിക്കോഷൻ, നീം ഓയിൽ എമൽഷൻ, ഗാർലിക് കാന്താരി മിസ്റ്റർ എക്സെട്ര ആർ സം ഓർഗാനിക് പെസ്റ്റിസൈഡ്സ്. അപ്പോൾ ആദ്യത്തെ ടൊബാക്കോ ഡിക്കോഷൻ, പുകയില കഷായം, നീം ഓയിൽ എമൽഷൻ, അതായത് വേപ്പെണ്ണ എമൽഷൻ ഉണ്ട്, പിന്നെ വെളുത്തുള്ളി കാന്താരി തുടങ്ങിയിട്ടുള്ള ഒരു കഷായം, ഒരു മിശ്രിതമുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ അമ്മമാരൊക്കെ നിർമ്മിക്കുന്നുണ്ടാകും. ഈ പച്ചക്കറിയൊക്കെ നടുന്നവരാണെങ്കിൽ അവർ ഇതേപോലത്തെ പുകയില കഷായമൊക്കെ നിർമ്മിക്കുന്നുണ്ടാകും ഈ കീടങ്ങളൊക്കെ തുരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെയാണ് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത്. ഓർഗാനിക് പെസ്റ്റിസൈഡ് അതായത് ജൈവ കീടനാശിനികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്കും ദോഷമല്ല, അതേപോലെ ചെടികളിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ പ്രാണികളുണ്ട്, ഫ്രണ്ട്ലി ഇൻസെക്ട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലത്തെ അങ്ങനത്തെ ഇൻസെക്ട്സിനും കേടില്ല. ഇനി നമ്മൾ ടൊബാക്കോ ഡിക്കോഷൻ, ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ആയിട്ടുള്ള ടൊബാക്കോ ഡിക്കോഷൻ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം. ചോപ്പ് 100 gram ഓഫ് ടൊബാക്കോ ആൻഡ് സോക്ക് ഇറ്റ് ഇൻ 1.5 liter ഓഫ് വാട്ടർ ഫോർ എ ഡേ. അതായത് 100 gram പുകയില ചെറു കഷ്ണങ്ങളാക്കി. ചോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറു കഷ്ണങ്ങളാക്കുക. അപ്പോൾ ഇവിടെ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി 1.5 liter വെള്ളത്തിൽ ഒരു ദിവസം മുഴുവനും കുതിർത്തി വെക്കുക. സ്ക്യൂസ് ഇറ്റ് ആൻഡ് ഫിൽറ്റർ ഇറ്റ്. സ്ക്യൂസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിഴിഞ്ഞെടുക്കുക, അതേപോലെ ഫിൽറ്റർ ചെയ്യുക, അരിച്ചെടുക്കുക. ഡിസോൾവ് 10 gram ഓഫ് വാഷിംഗ് സോപ്പ് ഇൻ ഇറ്റ്. എന്നിട്ട് അതിന് ശേഷം 10 gram വാഷിംഗ് സോപ്പ്, ബാർ സോപ്പ് ഇതിൽ ലയിപ്പിച്ചെടുക്കുക. ടൊബാക്കോ ഡിക്കോഷൻ ഈസ് റെഡി നൗ. ഇപ്പോൾ എന്താ റെഡിയായി? ടൊബാക്കോ ഡിക്കോഷൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഡിസോൾവ് ഇറ്റ് ബൈ ആഡിങ് ട്വൈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് സ്പ്രേ ഓൺ പ്ലാന്റ്സ്. ഇനി എന്ത് ചെയ്യണം? ഇതിൽ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നേർപ്പിച്ച് ചെടികൾക്ക് തളിക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഈ ഒരു ടൊബാക്കോ ഡിക്കോഷൻ ഉണ്ടാക്കാനുള്ള പണി എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? നമ്മൾ ആദ്യം ടൊബാക്കോ വേപ്പിലെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി 1.5 liter വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അതിനുശേഷം അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക, അതേപോലെ അരിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് 10 gram ബാർ സോപ്പ് ലയിപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മളുടെ ഈ ഒരു ടൊബാക്കോ ഡിക്കോഷൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെടികളിലേക്ക് തളിക്കുമ്പോൾ എത്രയാണോ നമ്മളെടുത്ത് അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്തിട്ട് നേർപ്പിച്ചിട്ട് വേണം ചെടികളിലേക്ക് തളിക്കാൻ വേണ്ടിയിട്ട്.
ഓക്കെ, ഇവിടെ പെസ്റ്റിനെ കൺട്രോൾ ചെയ്തിട്ട് മാത്രം കാര്യമല്ല, ഈ ചെടികൾക്കിടയിലൊക്കെ ചില വീഡ്സുകളുണ്ടാവും. വീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളകൾ. ഓക്കെ, ഈ പുല്ല് പോലെ തന്നെ ഈ ചെടികളെ നശിപ്പിക്കുന്ന ചെറിയ ചെറിയ ചെടികളുണ്ട്. അപ്പോൾ അതിനാണ് വീഡ്സ് എന്ന് പറയുക. ഈ വീഡ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഈ വീഡ്സിനെ കൺട്രോൾ ചെയ്താൽ മാത്രമേ ഇനി നമുക്ക് നല്ല ഈൽഡ് ലഭിക്കുള്ളൂ, നല്ല വിളവ് ലഭിക്കുള്ളൂ. അതിൻ്റെ ഒരു പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് വീഡ്സൈഡ്സ്. വീഡ്സൈഡ്സ് എന്ന് പറഞ്ഞാൽ കളനാശിനി ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ കളകളെ നമുക്ക് നശിപ്പിക്കാം. റിമൂവിങ് യൂസിങ് ഹാൻഡ്, അതായത് കൈകൊണ്ട് പറിച്ചു മാറ്റിയൊക്കെ നമുക്ക് വീഡ്സിനെ നശിപ്പിക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ലാസ്റ്റ് ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, സ്യൂറ്റബിൾ ക്ലൈമറ്റ് ഓൾസോ ഇൻഫ്ലുവൻസസ് അഗ്രികൾച്ചർ. അതായത് അഗ്രികൾച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഘടകമാണ് നല്ലൊരു കാലാവസ്ഥ എന്ന് പറയുന്നത്. അതിന് ഒത്തൊരു കാലാവസ്ഥയാണെങ്കിൽ ഏതൊരു കൃഷിയും നന്നായിട്ട് വളരുള്ളൂ. പിന്നെ therefore we need to cultivate crops that are suitable to the climate. അപ്പോൾ ഓരോരോ ക്ലൈമറ്റിനനുസരിച്ചുള്ള ക്രോപ്സ് വേണം നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റ് ഒരു പോർഷൻ കൂടി ബാക്കിയുണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. അതർ അഗ്രികൾച്ചർ സെക്ടർ, മറ്റ് കാർഷിക സംരംഭങ്ങൾ. ഈ സസ്യങ്ങൾ കൃഷി ചെയ്യുന്നതിന് മാത്രമല്ല നമ്മൾ കൃഷി എന്ന് പറയുന്നത്, മറ്റു പല കാര്യങ്ങളും കൃഷി ചെയ്യാറുണ്ട്. നമുക്ക് ചുറ്റും അങ്ങനത്തെ പല കൃഷികളുണ്ട്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഗ്രോയിങ് ഫ്ലവർ, പുഷ്പ കൃഷിക്ക് പറയുന്ന പേരാണ് ഫ്ലോറികൾച്ചർ എന്ന് പറയും. പിന്നെ റിയറിങ് ഹണി ബി, അതായത് തേനീച്ച വളർത്തൽ. തേനീച്ച വളർത്തൽ ആ ഒരു കൃഷിക്ക് പറയുന്ന പേരാണ് അപ്പികൾച്ചർ എന്ന് പറയും. പിന്നെ റിയറിങ് റാബിറ്റ്, മുയൽ വളർത്തൽ എന്ന് പറയുന്ന പേരാണെന്ത്? ക്യൂണിക്കൾച്ചർ എന്ന് പറയും. കൾട്ടിവേറ്റിംഗ് മഷ്റൂം എന്ന് പറഞ്ഞാൽ കൂൺ കൃഷിക്ക് പറയുന്ന പേരാണ് മഷ്റൂം കൾച്ചർ എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ റിയറിങ് പോൾട്രി, എന്താണ്? കോഴി കൃഷിക്ക് പറയുന്ന പേരാണ് പോൾട്രി ഫാമിംഗ്. പിന്നെ റിയറിങ് കാറ്റിൽ എന്ന് പറഞ്ഞാൽ കന്നുകാലി വളർത്തൽ. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ലിവർ സ്റ്റോക്ക് റിയറിങ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് റിയറിങ് ഫിഷസ്, മത്സ്യകൃഷിക്ക് പറയുന്ന പേരാണ് പിസിക്കൾച്ചർ എന്ന് പറയും. പിന്നെ റിയറിങ് സിൽക്ക് വാം, പട്ടുനൂൽ പുഴു വളർത്തലാണ്. അപ്പോൾ അതിനെ പറയുന്ന പേരെന്താ? സെറികൾച്ചർ എന്ന് പറയും. നമ്മൾ ഓരോരോ കൃഷിയെക്കുറിച്ച് പരിചയപ്പെട്ടല്ലോ. അപ്പോൾ നമുക്ക് ചുറ്റും എന്താണ്? പലതരത്തിലുള്ള കൃഷികളുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പാഠം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കാര്യമായിട്ട് എന്തൊക്കെയാണ് പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു പ്ലാന്റ് നമുക്ക് നല്ല ഈൽഡ് തരാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം നല്ല ക്വാളിറ്റി ഉള്ള സീഡായിരിക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പ്ലാന്റും മെറ്റീരിയലും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? നല്ല ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യണം. അതേപോലെ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള പെസ്റ്റിസൈഡ്സ് നമ്മൾ യൂസ് ചെയ്യണം. പിന്നെന്താ? വീഡിസൈഡ്സ് യൂസ് ചെയ്യണം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക് യു.